أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين أشهد أن لا إله إلا الله وأشهد أن محمدا رسول الله. നമ്മൾ ഫിഴലുകളെ കുറിച്ചായിരുന്നു ചർച്ച ചെയ്തിരുന്നത്. അതിൽ നമ്മൾ സുലാസി മുജറദായ ഫീലുകളെ കുറിച്ച് പറഞ്ഞു. അതിൽ സായിദയായ ഒരു അക്ഷരവുമില്ല. സുലാസി മസീദ് ഫീഹി ഉണ്ട്. സുലാസി മസീദ് ഫീഹി എന്ന് പറഞ്ഞാൽ മൂന്നക്ഷരത്തിനേക്കാൾ സായിദയായിട്ട് അക്ഷരങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ ഒരക്ഷരമായിരിക്കും, ചിലപ്പോൾ രണ്ടക്ഷരമായിരിക്കും, ചിലപ്പോൾ 3 അക്ഷരമായിരിക്കും. അതിനേക്കാൾ കൂടൂല. 3-നേക്കാൾ എന്താവൂല, ഒരിക്കലും കൂടൂല. അപ്പൊ നോക്കുക, ഇതൊന്നും നമുക്ക് പറഞ്ഞിട്ട് വിശദീകരണം പറയാം. അമ്മ സുലാസിയുൽ മസീദു ഫീഹി, അപ്പോൾ സുലാസി മസീദ് ഫീഹി ഫഹുവ അലാ സലാസത്തി അഖ്സാമിൻ, അത് 3 കിസ്മുകളാണ്. അത് 3 കിസ്മുകളാണ്, 3 ഓഹരിയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതാ അൽ അവ്വലു ഞാൻ മാർക്ക് ചെയ്തത്. നിങ്ങൾക്ക് കാണാം അസ്സാനി വസ്സാലിസു 3. ഏതാണ് ഒന്നാമത്തെ ഓഹരി? ഒന്നാമത്തെ വിഭാഗം ഏതാണ്? അൽ അവ്വലു, ഒന്നാമത്തത് മാ കാന മാലിഹി, ആ ഫിഇലിന്റെ മാലി ആയിരിക്കുന്നു അലാ അർബഅത്തി അഹ്റുഫിൻ, 4 അക്ഷരമായിരിക്കും. മാലി 4 അക്ഷരം. മാലി 4 അക്ഷരം എന്ന് പറയുമ്പോൾ സായിദയായിട്ട് ഒരക്ഷരം ഉണ്ടാവും. 3 + 1 4. ഉദാഹരണം നോക്കാം നിങ്ങൾക്ക്. അഫ്അല, അഫ്അല എന്നതുപോലെ അതിൽ നിങ്ങൾക്ക് കാണാലോ ആ എന്നത് അധികമാണ്. ഫഅല എന്ന 3 ഭാഗം എവിടെ ഉണ്ട്? അവിടെ ഓൾറെഡി നമ്മൾ സുലാസി മുജറദിലുള്ളതാണല്ലോ ഫഅല എന്നുള്ളത്, ഫഅല എന്നുള്ളത്. അതിൽ കൂടെ ഒരക്ഷരം കൂടി അഫ്അല എന്നായി. അപ്പോൾ മാലി 4 അക്ഷരമായി. ഈ 4 അക്ഷരമായി വരുന്നത് സുലാസി മസീദ് ഫീഹി ആണ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇനി അതിന്റെ ഉദാഹരണം നോക്ക് നിങ്ങൾ. നെഹ്വു അക്രമ യുക്രിമു ഇക്രാമൻ. ഇതാണ് നമ്മൾ നമ്മുടെ മറ്റേ കിതാബിൽ നമ്മൾ എന്ത് ചെയ്തത്, പഠിച്ചത്. അക്രമ യുക്രിമു ഇക്രാമൻ എന്താണ്? അക്രമ മാലി എത്ര അക്ഷരമുണ്ട്? 4 അക്ഷരമുണ്ട്. ഇനി മറ്റൊന്നും കൂടി പറയാം. ഫഅല കണ്ടോ? ഫഅല അതിലും 4 അക്ഷരമുണ്ട്, മാലിയിൽ 4 അക്ഷരമുണ്ട്. ഫ പിന്നെ ഐന് 2 എണ്ണമായി. ഫഅല ഐന് 2 എണ്ണം പറയുമ്പോൾ ഫാവും 2 ഐനും പിന്നെ ഒരു ലാമും. അപ്പോൾ 1ഉം 2ഉം 1ഉം 4ആയി. അപ്പൊ അതിലും 1 അധികം വന്നു. ഇതുപോലെ ഫറജ, ഫറജ യുഫരിജു തഫ്രീജൻ, ഫറജ യുഫരിജു തഫ്രീജൻ, ഫറജ യുഫരിജു തഫ്രീജൻ. അതിന്റെ മസ്തർ തഫ്രീജ് എന്നുള്ള. ഫറജ എന്ന് പറഞ്ഞാല് പരിഹരിച്ചു കൊടുത്തു എന്നാണ് അർത്ഥം. പരിഹരിച്ചു കൊടുത്തു.
ഇനി അടുത്ത നോക്ക് നിങ്ങൾ, ഫാഅല അതിലും ഒന്നധികം ഉണ്ട്. ഏത്? ഫായിന് ശേഷം ഒരു ഐന്, ഫായിന് ശേഷം ഒരു ഐനല്ല, ഒരു അലിഫ് അധികമാണ്. ഫാഅല മൊത്തം 4 അക്ഷരം, മാദി 4 അക്ഷരം. അപ്പോൾ നെഹ്വു ഇതുപോലെ ഖാത്തല യുഖാത്തിലു മുഖാത്തലത്തൻ വഖിതാലൻ വഖീതാലൻ. അതിന് 3 മസ്തർ കേട്ടോ. അതിന് 3 മസ്തർ വരും. അതിന് ഇതാണ് മുഖാത്തലത്ത് എന്നൊരു മസ്തർ വരും, ഖിതാല് എന്ന് മസ്തർ വരും, ഖീതാല് എന്ന് മസ്തർ വരും. ഖാത്തല എന്ന് പറഞ്ഞാൽ പോരാടി എന്നാണ് അർത്ഥം. മസ്തർ അർത്ഥം മുഖാത്തലത്തൻ വ ഖിതാലൻ വ ഖീതാലൻ ഒക്കെ അർത്ഥം മസ്തറുകൾ. അപ്പോ സുലാസി മസീദ് ഫിഹിയിൽ മാലി 4 അക്ഷരമുള്ളത്, മാലി 4 അക്ഷരമുള്ളത് 3 എണ്ണം. ഈ 3 എണ്ണം മനസ്സിലായോ? അഫ്അല, ഫഅല, ഫഅല. ക്ലിയർ അല്ലേ? അഫ്അല, ഫഅല, ഫഅല. ഇനി രണ്ടാമത്തെ വിഭാഗം നോക്കാം. മാ കാന മാലിഹി അലാ 5 അഹ്റുഫിൻ. എത്ര അക്ഷരമുണ്ട്? 5 അക്ഷരം. മാലി 5 അക്ഷരമുള്ളത്. മാലി 5 അക്ഷരമുള്ളത് എന്ന് പറയുമ്പോൾ 2 എണ്ണം അതിൽ സായിദയായിട്ടുണ്ടാവും. അത് നമുക്ക് 2 വിഭാഗമാക്കാം. മാലി 5 അക്ഷരമുള്ളത്, മാലി 5 അക്ഷരമുള്ളത് 2 വിഭാഗമാക്കാം. ഒന്നിരിക്കെ ഇമ്മ അവ്വലുഹു താഉ, തുടക്കത്തിൽ താ ആയിരിക്കും അതിൻ്റെ. അപ്പൊ സായിദ താ ആണ്, തുടക്കത്തിൽ താ ആയത്. ഉദാഹരണം നോക്ക് നിങ്ങൾ, തഫഅല ഉണ്ടോ, തഅല്ലമ, തകല്ലഫ, തകസ്സറ. ഇവിടെയൊക്കെ നോക്കി നിങ്ങൾ, അതിലും 3 എണ്ണം അസ്ലിയായ അക്ഷരം ഉണ്ട്. ഏത്? ഫ, ഒരു ഐന്, ഒരു ലാം. പുറമെ 2 എണ്ണം സായിദായി വന്നു. ഒന്ന് താ, പിന്നെ ഒരു ഐനിനെയും കൂടി സായിദാക്കി. തഫഅല 5 എണ്ണായി, 5 അക്ഷരായി മാറി. തഅല്ലമ, തകസ്സറ. പോലെ തകസ്സറ യതകസ്സറു തകസ്സുറൻ. അതിന്റെ മസ്ദർ തകസ്സുർ എന്നാണ്. തകസ്സറ യതകസ്സറു, അതിന്റെ മുളാരി യതകസ്സറു എന്ന് വരിക. തകസ്സറ യതകസ്സറു, തകസ്സു. അപ്പോ ഒന്നാമത്തെ വിഭാഗത്തിൽ 3ഉം രണ്ടാമത്തെ വിഭാഗം അതിൽ 1 പറഞ്ഞപ്പോൾ താവ് കൊണ്ട് തുടങ്ങുന്ന ഇതിൽ 1. ഇനി മറ്റൊന്നുകൂടി പറയാം. താവ് കൊണ്ട് തുടങ്ങുന്ന തഫാഅല. കണ്ടോ അടുത്ത് തഫാഅല. ഏതൊക്കെയാണ് അധികം? തുടക്കത്തിൽ ത അധികം, പിന്നെ ഫാഇന് ശേഷം ഒരു അലിഫും അധികം. തഫാഅല, തകാസറ, തബാഅദ, തനാസറ. ഇതുപോലെ തബാഅദ യതബാഅദു തബാഉദൻ, തബാഅദ യതബാഅദു തബാഉദൻ. അവിടെ എന്ത് ചെയ്തു? 2 അക്ഷരം അധികം വന്നു. ഇത് സർഫാക്കുന്നത് നമുക്ക് പറയാട്ടോ. ഇപ്പൊ നമ്മളിപ്പോ 5 അക്ഷരം ഉള്ള, അതുപോലെ 3 അക്ഷരത്തേക്കാൾ കൂടുതൽ ഉള്ള 4 അക്ഷരമുള്ളതും 5 അക്ഷരമുള്ളതുമാണ് ഇപ്പൊ പറഞ്ഞത്. അപ്പൊ അത് തന്നെ ഒന്നിരിക്കെ തുടക്കത്തിൽ താ ആയതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. തുടക്കത്തിൽ ഏതാണ്? താ ആയതാണ് നമ്മൾ പറഞ്ഞത്. ഇനി അതിന്റെ വേറൊന്നും കൂടി ഉണ്ട്. ഇമ്മ അവ്വലുഹുൽ ഹംസത്തു. തുടക്കത്തിൽ എന്തായിരിക്കും? ഹംസയായിരിക്കും. താ 2 എണ്ണം പറഞ്ഞു. അപ്പൊ നമ്മൾ മൊത്തത്തിൽ ഇപ്പൊ എത്ര എണ്ണം പറഞ്ഞു ഇവിടെ? ഒരു ആദ്യത്തേൽ 3 എണ്ണം, പിന്നെ 2 എണ്ണം താവ് കൊണ്ട് തുടങ്ങുന്നു, 5 ആയി. ഇനി തുടക്കത്തിൽ ഹംസയുള്ളത് മിസ്ലു ഇൻഫഅല. കണ്ടോ ഇൻഫഅല. ഇൻഫഅലയില് തുടക്കത്തിൽ ഒരു അലിഫും ഒരു നൂനും സായിദയാണ്. ഫഅല.
ഇൻഫഅല. ഇല്ലല്ല, അല്ല, നമ്മൾ ഇവിടെ ഇതേ പറയുന്നുള്ളൂ. അവിടെ എന്ത് സായിദ ആവുന്നതേ പറയുന്നുള്ളൂ. സായിദ ആവുന്നത് ഏതൊക്കെയെന്ന് പറയുന്നില്ല. തുടക്കത്തിൽ ഒന്നിരിക്ക അലിഫായത്. ഇപ്പൊ അലിഫ് എന്നും ഹംസ എന്നും പറയട്ടോ. അലിഫ് ഹംസ, തുടക്കത്തിൽ ഹംസ ആയതോ അല്ലെങ്കിൽ തുടക്കത്തിൽ ത ആയതോ, തുടക്കത്തിൽ അക്ഷരം നോക്കിയാൽ മതി. ഇപ്പൊ ഇൻഫഅല ഇതേതിനും വരും. ഇപ്പൊ നമ്മൾ ഏതൊരു ഫീൽ എടുത്താലും അങ്ങനെ ആക്കാം നമുക്ക്. ഇതുപോലെ നസറ ഇൻ നസറ, കതബ ഇൻ കതബ, ജലസ ഇൻ ജലസ. അങ്ങനെ നമ്മൾ ഈ രൂപത്തിലേക്ക് നമുക്ക് മാറ്റാൻ കഴിയും. എല്ലാ ഫീലുകളെയും നമുക്കിങ്ങനെ മാറ്റാൻ കഴിയും. പക്ഷെ ഉപയോഗത്തിൽ ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഉപയോഗത്തിൽ ചിലപ്പോൾ ആ ബാബിൽ പസിലിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഏത് ഫീലുകൾ, നമ്മളിപ്പോൾ റഹബ ഇൻ റഹബ, കറമ ഇൻ കറമ, ബഅദ ഇൻ ബഅദ, അങ്ങനെ എന്തും നമുക്ക് എന്ത് ചെയ്യാം, സർഫാക്കി പഠിക്കുന്ന സമയത്ത് മാറ്റാം. അതിന്റെ ഉദാഹരണം നോക്കൂ നിങ്ങൾ. ഇൻഖതഅ യൻഖതിഉ ഇൻഖിതാഅൻ, ഇൻഖതഅ യൻഖതിഉ ഇൻഖിതാഅൻ. ഇൻഖിതാ എന്നുള്ളതാണ് അതുള്ളതാണ് മുറിഞ്ഞു അർത്ഥം. നിന്നു, സ്റ്റോപ്പായി എന്നൊക്കെയാണ് അർത്ഥം. മറ്റേ നിൽക്കലല്ല കേട്ടോ, ഇരുന്നിട്ടുള്ള നിൽക്കലല്ല. നിന്നു എന്ന് പറയില്ലേ, അവസാനിച്ചു എന്ന് പറയില്ല നമ്മൾ. വെള്ളം നിന്നു എന്ന് പറഞ്ഞാൽ വെള്ളം നിന്നു പറഞ്ഞാൽ വെള്ളം നിന്നു എന്നല്ല അർത്ഥം. വെള്ളം വരവ് നിന്നു അതിനർത്ഥം. നിലച്ചു എന്നൊക്കെ അർത്ഥം. അത് കത എന്നാണ്, മുറിച്ചു. ഇൻ കത എന്ന് പറഞ്ഞാൽ മുറിഞ്ഞു, മുറിഞ്ഞു എന്നാണ് അർത്ഥം വരിക. അടുത്ത നോക്ക് നിങ്ങൾ. ഇതാ ഇഫ്തഅല, ഇഫ്തഅല ഉണ്ടാവും. അതിലും 2 എണ്ണം അധികം ഉണ്ട്, 5 അക്ഷരം ഉണ്ട് മൊത്തത്തിൽ. ഇഫ്തഅല. ഫഅല എന്നുള്ള ഭാഗം മാറ്റിയിട്ട് നോക്ക് നിങ്ങൾ. തുടക്കത്തിൽ ഒരു ഹംസയും ഒരു താവും സായിദയായി. ഇതുപോലെ ഇജ്തമഅ യജ്തമിഉ ഇജ്തിമാഅൻ, ഇജ്തമഅ യജ്തമിഉ ഇജ്തിമാഅൻ. അടുത്ത നോക്ക് നിങ്ങൾ. ഇഫ്അല്ല, ഇഫ്അല്ല നഹ്വു യഹ്മറ യഹ്മറു ഇഹ്മിറാറൻ. ഇഹ്മറ ഇഫ്അല്ല എന്ന് പറയുമ്പോൾ ഏതൊക്കെ അധികം? തുടക്കത്തിലൊരു അലിഫും അവസാനം ഒരു ലാമും അധികമാണ്. അപ്പോൾ ഇഹ്മറ യഹ്മറു ഇഹ്മിറാറൻ. ഇഫ്അല്ല യഫ്അല്ലു ഇഫ്ഇലാലൻ. ഇഫ്തഅല യഫ്തഇലു ഇഫ്തിആലൻ. ഇജ്തമഅ യജ്തമിഉ ഇജ്തിമാഅൻ. ഇൻഖതഅ യൻഖതിഉ ഇൻഖിതാഅൻ. ഇൻഫഅല യൻഫഇലു ഇൻഫിആലൻ. എത്രണ്ണായി? 3 അല്ലേ? 3 പിന്നെ 5. രണ്ടാമത്തെ 5 അക്ഷരമുള്ളത് 5 എണ്ണം ഉണ്ട്. 5 അക്ഷരമുള്ളത് 3, 5, 8ആയി. 8ആയി. ഇനി നോക്ക്, ഇതുകൂടി പറയാം. മൂന്നാമത്തെ വിഭാഗം. ഇപ്പോൾ ഒന്നാമത്തെ വിഭാഗം മാലി 4 അക്ഷരമുള്ളത്, രണ്ടാമത്തെ വിഭാഗം മാലി 5 അക്ഷരമുള്ളത്, മൂന്നാമത്തെ വിഭാഗം മാലി 6 അക്ഷരമുള്ളത്. വസാലിസു മാ കാന മാലിഹി അലാ 6 അഹ്റുഫിൻ. അതിന്റെ മാലി 6 അക്ഷരങ്ങളുടെ മേലായിരിക്കുന്നു. 6 അക്ഷരങ്ങളുടെ മേൽ. ഇതിൽ നോക്ക്. ഇസ്തഫഅല, ഇസ്തഫഅല. ഈ സ് ത 3 അക്ഷരം അധികം. ഫഅല പിന്നെ നമ്മളില്ല. ഇസ്തക്റമ, ഇസ്തഖ്റജ, ഇസ്തദ്ഖല, ഇസ്തൻസറ, പിന്നെ ഇസ്തദ്ഹബ, ഇസ്തഖഅദ. ഏതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിലേക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊണ്ടുവരാൻ കഴിയും. ഇതുപോലെ ഇസ്തഖ്റജ യസ്തഖ്രിജു ഇസ്തിഖ്റാജൻ. ഇസ്തഖ്റജ യസ്തഖ്രിജു ഇസ്തിഖ്റാജൻ. അതെ, ഇസ്തഅമല അതിൽപ്പെട്ടതാണ്. ഇസ്തഅമല യസ്തഅമിലു ഇസ്തിഅമാലൻ.
അതുപോലെ ഇസ്തദ് ഖല അങ്ങനെയും പറയും. ഇസ്തദ് ഖല, യസ്തദ്ഖിലു, ഇസ്തിദ്ഖാലൻ. ഇസ്തദ്ഖല, യസ്തദ്ഖിലു, ഇസ്തിദ്ഖാലൻ. ഇപ്പം എത്രയായി? 8 1 9 ഇത് നോക്കി. അടുത്തത് ഇഫ് ആല്ല. ഇഫ് ആല്ല 3 അധികം ഉണ്ട്. ഏതൊക്കെയാണ് അധികം എന്ന് പറയാൻ പറ്റുമോ? ഏതൊക്കെയാണ് അധികം? പിന്നെ 2 അലിഫും 1 ലാം. മറ്റേത് ഇഫ് അല്ല എന്നാ പറഞ്ഞു. ഇവിടെ കണ്ട ഇതേതാ നമ്മൾ പറഞ്ഞ്? ഇഫ് അല്ല. ഇത് ഇഫ് അല്ല. ഇഫ് അല്ല എന്ന് പറയുമ്പോൾ 5 അക്ഷരമുള്ളൂ. ഇത് ഇഫ് അല്ല. ഇതിന്റെ ഉദാഹരണം നോക്ക്. ഇഹ്മാറ, യഹ്മാറു, യഹ്മീറാറൻ. ഇഹ്മാറ, യഹ്മാറു, യഹ്മീറാറൻ. അപ്പൊ എത്രണ്ണായി? 8 1 9 1 10. 10 3 ഇവിടെ 3 5 5. ഇപ്പൊ 2 പറഞ്ഞു. ഇസ്തഫ് അലി പറഞ്ഞു, ഇഫ് അലി പറഞ്ഞു. അടുത്ത് നോക്കണേ. ഇതൊന്നും എല്ലാം നമ്മൾ എല്ലാ സ്ഥലത്തും ഒരേപോലെ വരില്ല കേട്ടോ. അതൊക്കെ ബാബ് എണ്ണാണ്. കൂടുതലും വരുന്നത് ഇപ്പൊ 4 അക്ഷരമുള്ളത് വരും, 5 അക്ഷരമുള്ളത് വരും, 6 അക്ഷരമുള്ളതൊക്കെ വരും. പക്ഷെ ആപേക്ഷികമായിട്ട് ചിലത് ഏറ്റക്കുറച്ചിലുകൾ വരും. പക്ഷെ നമ്മൾ പറയുമ്പോൾ ഒരു ബാബ് എണ്ണണ സമയത്ത് എന്ത് ചെയ്യണം? അതിന്റെ മുഴുവൻ ബാബുകളും എണ്ണണല്ലോ. അതുകൊണ്ടാണ് ഇഫ് ഔ അല. എന്താണ് ഇഫ് ഔ അല? എല്ലാ അധികമുള്ളത് നോക്ക് നിങ്ങൾ. ഒന്ന് തുടക്കത്തിലൊരു അലിഫ്, പിന്നെ ഒരു വാവ്, പിന്നെ ഒരു ഐനും. നസറ എന്ന് ഇതേ രൂപത്തിൽ പറയാൻ പറ്റുമോ? നസറ എന്നുള്ളത് ഇതേപോലെ എന്ന് പറഞ്ഞ ഔ അല എന്നുള്ളതിൽ നസറ എന്ന് പറയാൻ പറ്റുമോ? ഇൻസൗസറ. ഇൻസൗസറ എന്ന് പറയാം. ഇൻസൗസറ. ഇവിടെ നോക്കൂ ഉദാഹരണം. യഴ്ശൗശബ, യഴ്ശൗശബ, യഴ്ശൗശിബു, യഴ്ശീശാബൻ. യഴ്ശൗശബ, യഴ്ശൗശിബു, യഴ്ശീശാബൻ. 11 നമ്മൾ ദഖല പറയുമ്പോൾ എങ്ങനെ പറയാ? ഇൻസൗസറ. അതായത് നമ്മളിത് വെച്ചുകൊടുത്താൽ മതി. ഇതിൻ്റെ അതേ സ്ഥാനത്തേക്ക് വെച്ചുകൊടുക്കുക. ഇവിടെ ഫ ഉള്ളടത്ത് നാ വെച്ചുകൊടുക്കുക, ഐനുള്ളടത്ത് സാധു വെച്ചുകൊടുക്കുക, ലാമുള്ളടത്ത് റാ വെച്ചുകൊടുക്കുക. ഇവിടെ ഇഫ് അല്ല എന്നുള്ളടത്ത് ഇൻസാറ എന്നാവും. ഇഫ് അല്ല എന്നുള്ളടത്ത് ഇൻസറ എന്നാവും. ഇഫ്തഅലയിലോ ഇൻതസറ എന്നാവും. ഇൻഫഅലയിലോ ഇന്നസറ. നമ്മൾ ആ ഫാഇന്റെ സ്ഥാനത്ത് ഫഅല എന്ന് വരുന്നതിന്റെ സ്ഥാനത്ത് ആ ഫാഇന്റെ സ്ഥാനത്ത് ഏതാണോ വന്നത് അതവിടെ വെച്ച് കൊടുക്കുക. ദഖലയാകുമ്പോൾ ഇത് ഹൗഖല എന്ന് പറയാം. ഇത് ഹൗഖല ഇവിടെ ഈ ബാബില്. ഖറജ ആകുമ്പോൾ ഇഹ്റൗറജ, ഇഹ്റൗറജ. ദഹബ ആകുമ്പോൾ ഇത് ഹൗഹബ. അല്ല, നമ്മളിപ്പോ അർത്ഥം നോക്കണ്ട. ഇപ്പൊ നമ്മൾ ഇതാക്കാണ്. യേശൗഷബ എന്ന് പറഞ്ഞാൽ ഇതിൽ പറഞ്ഞ ഉദാഹരണത്തിന് അർത്ഥമുണ്ട്. മേഞ്ഞു എന്നർത്ഥം, പുല്ല് മേഞ്ഞു എന്നർത്ഥം. നമ്മള് അത് അഷബ എന്ന വരിക. ഈ പറയപ്പെട്ട ഉദാഹരണങ്ങളൊക്കെ നിലവിലുള്ളതാണ്. നമ്മളിപ്പോ സർഫാക്കി പഠിക്കുമ്പോൾ പലതും എന്ത് ചെയ്യും? ഉണ്ടാക്കി പറയും. ഇപ്പോൾ ചിലത് ചില ബാബില് ഇപ്പോൾ
ഉദാഹരണം പറഞ്ഞാൽ കാത്തല എന്ന് പറഞ്ഞാൽ രണ്ടുപേര് തമ്മിൽ ചെയ്യുന്ന പരിപാടികൾക്കാണ് അടി ഇടി വെട്ട് അതിനൊക്കെയാണ് നമ്മൾ ആ ബാബ് ഉപയോഗിക്കുള്ളൂ. കാത്തലയിൽ രണ്ടാളുണ്ടാവില്ല, തല്ലൂടാൻ രണ്ടാളുണ്ടാവും. അതുപോലെ ഈ മുക്കാത്തബത്ത് എന്ന് പറയില്ല, നമ്മള് മോചനപത്രം എഴുതപ്പെട്ടു എന്ന് പറയും. മോചനപത്രം അതിന് രണ്ടാളുണ്ടാവും. ഒന്ന് മോചനപത്രം എഴുതുന്ന ആളുണ്ടാവും, ആരെയാണോ എഴുതുന്നത് അതും ഉണ്ടാവും. ജിമാഴ് ജാമ രണ്ടുപേരുണ്ടാവും. പക്ഷേ ഇത് നമ്മൾ ഈ സ്ഥാനത്തേക്ക് നമ്മൾ എന്ത് ചെയ്തു, റാഹബ യുദാഹിബു എന്ന് വെച്ചോടുത്താൽ ശരിയാവില്ല. രണ്ടുപേര് പരസ്പരം പോയി എന്ന് പറയില്ലല്ലോ, രണ്ടുപേരും ഒപ്പം പോയി എന്നേ പറയുള്ളൂ. അപ്പൊ എല്ലാം പഠിക്കാൻ വേണ്ടി നമുക്ക് റാഹബ യുദാഹിബു മുദാഹബത്തൻ വസിഹാബൻ വസിഹാബൻ എന്നൊക്കെ പറയാം. അപ്പൊ ഇഴ്ശൗശബ യഴ്ശൗശിബു ഇഴ്ശീശാബൻ 11 11 10 എത്രയായി ഇപ്പോ? 11 അല്ലേ? 3 5 8 8 8 1 9 9 1 10 11. ഈ 12ാമത്തെ ഇഫ് അവല ഇജ്ലവദ യജ്ലവിദു ഇജ്ലിവാദൻ ഇജ്ലവദ യജ്ലവിദു ഇജ്ലിവാദൻ. അവിടെ ഇഫ് അവലയിൽ 3 അക്ഷരം അധികം. ഒന്ന് നമുക്കറിയാം തുടക്കത്തിൽ അലിഫ്, പിന്നെ 2 വാവ്, 2 വാവാണ് അധികം വന്നിട്ടുള്ളത്. ബാക്കിയൊക്കെ ഓരോന്നിനുള്ളൂ. ഫ ഒന്നുണ്ട്, അയിനൊന്നുണ്ട്. ഇത് നമ്മൾ നസറ വെച്ചിട്ട് എങ്ങനെ പറയുന്നില്ലേ? ഇഫ് അവലയിൽ നസറ വെച്ചിട്ട് എങ്ങനെ പറയാം? ആരെങ്കിലും ഒരാൾ പറയും. ഞാൻ പറയുന്നത് ഇൻ സവ്വറ എങ്ങനെ പറയാം? ഇഫ് അവല എന്നുള്ളടത്ത് ഇൻ സവ്വറ. ഇനി അവിടെ നമ്മൾ പോവാണെങ്കിൽ ഖറജ ആണെങ്കിലോ? അല്ലല്ല, ഖറജാണ്. ഇഹ് വർറജല്ല, ഇഹ് റവ്വജ. ഇഹ് റവ്വജ, വാവല്ല അധികം, ശദ്ദുള്ളത് വാവല്ലേ. ഇഹ് റവ്വജ, ഇഹ്റവ്വജ യഹ്റവ്വിജു ഇഹ്രിവ്വാജൻ. 12. ഇതൊക്കെ വളരെ അപൂർവങ്ങളേ വരുള്ളൂ കേട്ടോ. ഇഫ് അൻലല 13ാമത്തെ ഇഫ് അൻലല 13. ഇക്അൻസസ യക്അൻസിസു ഇക്ഇൻസാസൻ. ഇവിടെ അലിഫും നൂനും ഒരു ലാമും അധികമാണ്. അലിഫും നൂനും ഒരു ലാമും. ഇക്അൻസസ യക്അൻസിസു ഇക്ഇൻസാസൻ. ലാസ്റ്റത്തെ ശ്രദ്ധിക്കണേ. ഇഫ് അൻല, അലിഫ് നൂന് അവസാനം ഒരു അലിഫ്. ഇസ്ലങ്ക യസ്ലങ്കി ഇസ്ലിങ്കാഅൻ. ഇസ്ലങ്ക ഇസ്ലങ്കി അലിഫ് മാലിയിൽ അലിഫായിട്ട് കൂട്ടും. ഇസ്ലങ്ക യസ്ലങ്കി അവിടെ യാ ആണ്, അലിഫ് മറിഞ്ഞ് യാ ആയി വരും. ഇസ്ലിങ്കാഅൻ. അപ്പോ 14 വരും. എത്രണ്ണം? 14. സുലാസി മസീദ് ഫീ 14. 3ഉം 5ഉം 6 എണ്ണം. 5 അക്ഷരമുള്ളത് 5 എണ്ണം,
ആറസറുള്ളത് 6 നാലസറുള്ളത് 3 നാലസറുള്ളത് 4 ഒരു ചൊറുക്കുണ്ടാന്ന് പറയാൻ നമുക്ക് 3 മതി. ഇതന്നെ അധികമാണ് ഇപ്പോൾ അല്ലേ. 4 3 5 5 6 6 മൊത്തം 14 വരും. ഇവിടെ ചെറിയൊരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും ചിലപ്പോൾ. മാലി 4 ഉണ്ടായപ്പോൾ അതിന്റെ മുലാരിയില് യായിനിക്ക് ലമ്മ കൊടുത്തു. കണ്ടങ്ങള് അക്രമ യുക്കിരിമു, ഫറജ യുഫരിജു, യൂന്ന കൊടുത്തു, ഖാത്തല യുഖാത്തിലു. ബാക്കിയുള്ളതൊക്കെ മുലാരി നോക്കിങ്ങള്. തകസ്സറ യതകസ്സറു, തഫഅല യതഫഅലു, ഇൻഫഅല യൻഫഇലു, ഇൻഖതഅ യൻഖതിഉ. ബാക്കിയുള്ളതൊക്കെ ഇപ്പൊ മാലി 4 അക്ഷരമുള്ളതിന്റെ മുലാരിഇൽ മുലാറഅത്തിന്റെ അക്ഷരം എപ്പോഴും ലമ്മായിരിക്കും. മാലി 4 അക്ഷരമുള്ള ഫേലിന്റെ മുലാരിഇൽ ഏത് 4 അക്ഷരമുണ്ട്. യുഖാത്തിലു എന്നാണ്. യുഖാത്തിലു എന്നാണ്. ഫറജ 4 അക്ഷരമുണ്ട്. യുഫരിജു എന്നാണ്. അക്രമ 4 അക്ഷരമുണ്ട്. യുക്രിമു എന്നാണ്. ബാക്കിയൊക്കെ നോക്ക് നിങ്ങള്. 5 അക്ഷരാവട്ടെ 6 അക്ഷരാവട്ടെ ഇതിന്റെ ഒക്കെ വന്നത് എങ്ങനെയാ? റുബായി മുജറദാണെങ്കിലും ഇത് വരിക, ലമ്മ വരിക. അത് റുബായി മുജറദ് നമ്മൾ തന്നെ പറഞ്ഞു, കഴിഞ്ഞ ദിവസം പറഞ്ഞു. നമുക്ക് കാണിച്ചരാ. ദഹ്റജ, ദഹ്റജ യുദഹ്രിജു ദഹ്റജതൻ വദിഹ്റാജൻ. ദഹ്റജ യുദഹ്രിജു ദഹ്റജതൻ വദിഹ്റാജൻ. ക്ലിയർ അല്ലേ? ഇതും കൂടി പറഞ്ഞാൽ അതാണ്ട് കഴിഞ്ഞു. റുബായി മസീദ് ഫീഹി അതും കൂടി പറഞ്ഞാൽ അത് തീർന്നു. പിന്നെ നമുക്ക് അതിൻ്റെ ഉദാഹരണങ്ങളും കാര്യങ്ങളൊക്കെ പറയാം. അമ്മർ റുബായിയുൽ മസീദു ഫീഹി, റുബായി മസീദ് ഫീഹി. കണ്ണട എവിടെ? പിന്നെ എൻ്റെ കണ്ണട എവിടെ? കൂളിംഗ് ഗ്ലാസ് വെക്കേണ്ടി വരുമോ? ഇത് രണ്ടിനും പവറില്ല. ഈ സ്ക്രീനിന്റെ ഇത് ബ്ലൂ ഫിൽറ്റർ ആണ്. കണ്ണിന് വലിയ കംപ്ലൈന്റ് ഇല്ല എന്നാണ് പറച്ചില് ഈ ഗ്ലാസ് വെച്ച. അപ്പൊ നോക്കാം. അമ്മർ റുബായിയുൽ മസീദു ഫീഹി, റുബായി മസീദ് ഫീഹി. അപ്പോൾ റുബായി മസീദ് ഫീഹി ഫഅംസിലതുഹു അതിന്റെ രൂപങ്ങൾ സലാസത്തുൻ 3 എണ്ണമാണ്. അതിന്റെ രൂപം 3 എണ്ണം. മറ്റേത് 12 എണ്ണം പറഞ്ഞത്, ഇത് 3 എണ്ണേ ഉള്ളൂ. റുബായി മസീദ് ഫീഹി. തഫഅലല, ഒന്ന് തഫഅലല, ഫഅലല എന്നുള്ളതാണ് അതിന്റെ റുബായി മുജറദിന്റെ രൂപം വരിക. അതിന്റെ കൂടെ താ ചേർന്നു. രണ്ടാമത്തത് ഇഫ് അൻലല, 2 എണ്ണം അധികമായി. അതില് ഒന്ന് അലിഫും ഒന്ന് നൂനും അധികമായി. മൂന്നാമത്തത് ഇഫ് അലല്ല, അതില് എന്ത് ഒരു അലിഫും ഒരു ലാമും. അതിപ്പോ ഈ ഉദാഹരണത്തിന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നോക്ക്, ഇക്ക് അൻ സസ എന്നാണ് ഉദാഹരണം അല്ലെ. ഇക്ക് അൻ സ. ഇവിടെ നോക്കുന്നത് ഇഹ്റഞ്ചമ,
ഹർജമ എന്നാണ് അതിന്റെ മാതി. റുബായി മുജറദ് ഹർജമ എന്നാ വരിക. ഇത് കൈസ സുലാസിയാണ്. അത് രണ്ടും ഒരേ അക്ഷരാണ്. ഇവിടെ രണ്ട് ലാം വന്നു എന്ന് പറഞ്ഞാൽ രണ്ട് ലാം ഒരേ അക്ഷരമല്ല വരിക. ഇത് ഫഅല എന്ന് പറഞ്ഞാൽ മൂന്ന് അക്ഷരമല്ലേ പ്രതിനിധാനം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നാലക്ഷരമുള്ളതിന് നമ്മൾ എന്ത് ചെയ്യും? ഫഅലല എന്ന് തന്നെ പറയും. അതിൻ്റെ റുബായി മുജറദിൽ നമ്മൾ ഫഅലല എന്നാണ് പറഞ്ഞത്. ഒന്നാമത്തെ ലാം ഫീല്, രണ്ടാമത്തെ ലാം ഫീല് എന്ന് പറയാം. ഫാവ് ഫീല്, ഐൻ ഫീല്, ഒന്നാം ലാം ഫീല്, രണ്ടാം ലാം ഫീല്. അതുപോലെ ഇവിടെ ഫാവ് ഫീല് ഹ ആണ്, ഐൻ ഫീല് റ ആണ്, ഒന്നാമത്തെ ലാം ഫീല് ജീമാണ്, രണ്ടാമത്തെ ലാം ഫീല് മീമാണ്. ഇങ്ങനെ മനസ്സിലാവും. ഹർജമ ഇവിടെ രണ്ട് ഈ സംഭവം ഇതിൽ ഈ സംഗതി രണ്ട് ഞാനിപ്പോൾ കൂട്ടിയോജിപ്പിക്കുന്ന രണ്ടും ഒരേപോലെ വരുന്നത്. സാമ്പിൾ പറയുമ്പോൾ ഇഫ് അൻലല, ഇവിടെയും ഇഫ് അൻലല എന്നാണ്. പക്ഷേ ഒന്ന് സുലാസിയിലാവുമ്പോൾ ഈ ലാമ അധികമാണ്, ഈ ലാമ അധികമാണ്. ഇവിടെ ഈ ലാമ അസ്ലിയാണ്. മനസ്സിലായോ സാറേ? ഒന്നുകൂടി പറയാം. ഇവിടെ 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 ഇഫ് അൻലലയിൽ ഈ ലാം അധികമാണ്, രണ്ടാമത്തെ ലാം. ഇവിടുത്തെ രണ്ടാമത്തെ ലാം അസ്ലിയാണ്. അല്ലല്ല അല്ല, നമ്മളിപ്പോ ലാമിനെ കുറിച്ചല്ല നമ്മൾ ചർച്ച ചെയ്ത്. ഇത് ഒരേപോലെ ആയപ്പോഴല്ലേ സംശയം വന്ന്. മനസ്സിലായില്ല? ഇതല്ല രണ്ട് ചർച്ച വന്ന്. ഇക്കാൻസയും ഇതുമല്ല ചർച്ച വന്ന്. ആ അതാ ഇക്കാൻസന്റെ മോഡല് നമ്മൾ പറഞ്ഞപ്പോ ഇഫ് അൻ ലല എന്നാണ് അവിടെ പറഞ്ഞത്. ഇവിടെയും ഇഫ് അൻ ലല എന്നാണ് അല്ലേ? ഇത് രണ്ട് സെയിം അല്ലേ? അപ്പൊ ഇതില് ഇതിത്തെ ലാമ് കണ്ടോ? ഇതിത്തെ രണ്ടാമത്തെ ലാമ് കണ്ടോ? ഇത് അധികാണ്, സായിദയാണ്. ഇതിത്തെ രണ്ടാമത്തെ ലാമ് സായിദയല്ല, അസ്ലിയാണ്. അസ്ലിയാണ് പറഞ്ഞാല് അത് വെട്ടിച്ചുരുക്കാൻ പറ്റൂല. ഇവിടുത്തെ ഒന്നാമത്തെ ലാമ് വെട്ടിച്ചുരുക്കിയിട്ട് നമുക്ക് ഫയല വരെ എത്തിക്കാം. ഇവിടെ ഫയലലാന്നേ എത്തിക്കാൻ കഴിയുള്ളൂ, ഹർജമാന്നേ എത്തിക്കാൻ കഴിയുള്ളൂ. ഇതിൽ അലിഫും നൂനും മാത്രമേ സായിദയുള്ളൂ. ഇവിടെ അതല്ല. ഇവിടെ അലിഫും സായിദയാണ്, നൂനും സായിദയാണ്, ലാമും സായിദയാണ്. മനസ്സിലായോ? ഇത് നാലക്ഷരമുള്ള ക്രിയയാണ്. ഇതിൽ അസ്ല് നാലക്ഷരാണ്, ഇതിൽ അസ്ല് മൂന്നക്ഷരാണ്. അപ്പൊ ഞാൻ ഈ ഷെയ്ഡ് ചെയ്തതില് അസ്ല് നാലക്ഷരാണ്, ഇതിൽ അസ്ല് മൂന്നക്ഷരാണ്. കാണുമ്പോൾ ഇഫ് അൻലല എന്ന് തന്നെ രണ്ട് മോഡൽ പറയുമ്പോൾ പറയാ. പക്ഷെ ഇതിൽ ഈ ലാം, രണ്ടാമത്തെ ലാം അധികമാണ്, അസ്ലിന് എതിരായിട്ട് സായിദിയായിട്ട് വന്നതാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഈ ഒന്നാമത്തെ ലാമും അസ്ലിയാണ്, രണ്ടാമത്തെ ലാമും അസ്ലിയാണ്. അത് ഇതിന്റെ ഉദാഹരണത്തിൽ രണ്ടും ഒരേപോലെ അല്ലല്ലോ വന്നിരിക്കുന്നത്. ഒന്ന് ജീമും ഒന്ന് മീമും അല്ലേ? മറ്റോടത്ത് രണ്ട് നോക്കുങ്ങൾ, ഒന്ന് സീനും ഒന്ന് മറ്റൊരു സീനാണ്, രണ്ടും സീനാണ്. അപ്പൊ അവിടെ അത് അധികം വന്നതാണ് ഒരു സീന്. ഇവിടെ അതല്ല. ഇവിടെ ജീമും അസ്ലിയാണ്, മീമും അസ്ലിയാണ്. അതാ വ്യത്യാസം. രണ്ടും അങ്ങനെ തിരിച്ചറിയാം. അതെ 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 ഞാൻ അത് ആ ചോദ്യത്തിലേക്ക് എത്തിക്കൊണ്ടാണ് ഞാൻ മറുപടി പറഞ്ഞത്. ഇഫ് അൻലലാന്ന് സുലാസി മസീദ് ഫിഹിയിലേക്ക് പറയുമ്പോൾ അതിൽ ഒരു ലാം എന്താണ് അധികം സായിദയായിട്ട് വന്നതാണ്. ഇവിടെ സായിദ അല്ല, ഇവിടെ അസ്ലിയാണ്. ഇവിടെ അസ്ലിയാണ്. ഉദാഹരണത്തിലൂടെ കൂടെ ഒന്നുകൂടി ക്ലിയർ ആവും. ഇഹ്റഞ്ചമയില് അലിഫും നൂനുമേ സായിദയുള്ളൂ. ഇക്കാൻസയില് അലിഫുണ്ട്, നൂനുണ്ട്, പുറമേ സീനുണ്ട്. ക്ലിയർ അല്ലേ സാറേ? കേട്ടിട്ട് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കേ. സംശയം അതായത് ചോദിച്ചത് പ്രബലമായ ഒരു സംശയമാണ്. പക്ഷെ അത് രണ്ടും
രണ്ട് രൂപത്തിൽ നമുക്ക് ഉദാഹരണങ്ങളിലൂടെ മനസ്സിലാക്കാം. അതിന്റെ സാമ്പിൾ പറയുമ്പോൾ നമുക്ക് ഇഫ് അല്ലല എന്ന് പറയാനേ പറ്റുള്ളൂ. കാരണം പുതിയൊരു നാലക്ഷരമുള്ള ഒരു ലെറ്റർ ഒരു ഫീല് നമ്മൾ എന്തായിട്ടില്ല, ഒരു മോഡൽ നമ്മൾ അതിന് എടുക്കുന്നില്ല. മൂന്നക്ഷരമുള്ള ഫീലേ എടുക്കുള്ളൂ ഫയല എന്നുള്ളത്. അതുകൊണ്ടാണ് എല്ലാത്തിലും ഫയല എന്നുണ്ട്. നമ്മൾ മീസാനിൽ ഫയല ഫയല ഫയലു എന്നല്ലേ പറഞ്ഞത്. നസറ നസറ നസറു എന്നല്ലല്ലോ പറഞ്ഞു. കത്തബ കത്തബ എന്നും അല്ല പറഞ്ഞു ഫയല. ഫയല ഫാവ് ഫീല് ഐൻ ഫീല് ലാം ഫീല് എന്നുള്ള രൂപത്തിലാണ് നമ്മൾ എടുക്കുക. പക്ഷേ ഇവിടെ റുബായി മുജറദിനെ കുറിച്ച് പരിചയപ്പെടുത്താൻ നമുക്ക് ഫയലല എന്നേ പറയൂ. ഫയലല ദഹ്റജ ദഹ്റജ ഫയലല എന്നുള്ളതിൽ ഫാവ് ഫീലുണ്ട്, ഐൻ ഫീലുണ്ട്, ലാം ഫീല് രണ്ടെണ്ണം ഉണ്ട്. ഒന്നാം ലാം ഫീല് രണ്ടാം ലാം ഫീല് എന്നതിന് പറയാം. ഒന്നാം ലാം ഫീല് രണ്ടാം. അതെന്താ വെച്ചാല് അസിൽ നമുക്ക് എന്നതാന്ന് മനസ്സിലാവണ്ടേ. അസിലിയായ അക്ഷരം തന്നെയാണ് തിരിയണ്ടേ. കാരണം വേറെ അക്ഷരം കൊടുത്താൽ അത് അധികാരം തോന്നിപ്പോവും. ഈ ഫഅല എന്നുള്ളത് തെറ്റിയിട്ട് വേറെ അക്ഷരം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ എന്തായി പോവും, അത് സായിദയാന്ന് തോന്നിപ്പോ. ഇപ്പോൾ നമ്മൾ പലതും സായിദയായിട്ട് വന്നു. ഇവിടെ വാവ് സായിദയായിട്ട് വന്നു, സീന് സായിദയായിട്ട് വന്നു, താ വന്നു, അലിഫ് വന്നു, ഐൻഫീൽ ഇരട്ടിപ്പിച്ചു. ഇങ്ങനെയൊക്കെ സായിദ പല രൂപത്തിലും വന്നല്ലോ. അപ്പം അത് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിങ്ങനെ തന്നെ പറച്ചില്ലേ, ഫാവ് ഫീല് ഐൻഫീല്, ഒന്നാം ലാം ഫീല് രണ്ടാം ലാം ഫീല്. അത് റുബായിൽ മാത്രം കേട്ടോ. റുബായിൽ മാത്രമേ അത് വരുള്ളൂ, നാലക്ഷരമുള്ളതിലേ വരുള്ളൂ. ലാസ്റ്റ് വൺ ഇഫ് അലല്ല. ഇഫ് അലല്ല, ഇവിടെയും ആ പ്രശ്നം നോക്ക്. അലിഫ് പിന്നെ അവസാനത്തെ ഒരു ലാം, ശബ്ദുള്ള ലാമിൽ ഒന്ന്. ഇക്ക് ഷഅറ കഷ്അറ എന്നാണ് അതിൻ്റെ റുബായി വിചാരത്. കഷ്അറ കഷ്അറ അത് ഇക്ക് ഷഅറ യഖ്ശഇറു ഇഖ്ശിറാറൻ. ഇക്ക് ഷഅറ യഖ്ശഇറു ഇഖ്ശിറാറൻ. ഇങ്ങനെ അല്ലല്ല, അത് മറ്റേതായപ്പോ ഇഹ്മാറ യഹ്മാറു യഹ്മീറാറൻ. അപ്പൊ ഇവിടെ ഇത് മൂന്നെണ്ണം, ഇത് 3, മറ്റേത് 14. അപ്പോൾ എത്രയായി? 14ഉം 3ഉം 17. 17ഉം റുബായി മുജറദ് 1 18 അല്ലേ? 17ഉം 1ഉം 18. പിന്നെ സുലാസി മുജറദ് 5 18ഉം 5ഉം 23. 23 വരും മൊത്തം. സുലാസി മുജറദ് 5, റുബായി മുജറദ് 1, 5 1 6. സുലാസി മസീദ് ഫിഹി 14 20. പിന്നെ റുബായി മസീദ് ഫിഹി 3 23. അങ്ങനെ 23 വരും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? നമ്മൾ മൊത്തം ഫീലുകളൊക്കെ ചർച്ച ചെയ്തു കേട്ടോ. ഫീലുകളുടെ മൊത്തം വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇതിൻ്റെ അപ്പുറത്തേക്ക് ലോകത്ത് ഒരു ഫീലും വരില്ല. ഈ ചർച്ച ചെയ്ത ഫീലുകളുടെ പുറത്തുണ്ടല്ലോ ഒരു 24ാമത്തെ ഒന്ന്, 25ാമത്തെ ഒന്ന് വേറെ വരില്ല. ഇതിൻ്റെ പൂർണ്ണമായ സർഫാക്കല് എന്ന് കാണിച്ചു തരാം. അജ്നാസിലെ പതിനാല് ബാബോട അർബാത്തശ്ര ബാബൻ 115ാമത്തെ പേജ്. അഫ്അല യുഫ്ഇലു ഇഫ്ആല നമ്മൾ പഠിച്ചു കഴിഞ്ഞ പ്രാവശ്യം അല്ലേ? അഫ്അല യുഫ്ഇലു ഇഫ്ആലൻ ഫഹുവ മുഫ്ഇലുൻ വ ഉഫ്ഇല യുഫ്അലു ഇഫ്ആലൻ ഫഹുവ മുഫ്അലുൻ അൽഅംറു മിൻഹു അഫ്ഇൽ വന്നഹിയു ലാ തുഫ്ഇൽ. നഹ്വു
അക്രമ യുക്രിമു ഇക്രാമൻ ഫഹുവ മുക്രിമുൻ, ഉക്രിമ യുക്രമു ഇക്രാമൻ ഫഹുവ മുക്രമുൻ, അൽ അംറു മിൻഹു അക്രിം വന്നഹിയു ലാ തുക്രിം. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അടുത്ത് നോക്കൂ നിങ്ങൾ, ഫഅല യുഫഇലു, ഫഅല യുഫഇലു, ഫഅല യുഫഇലു തഫ്ഈലൻ ഫഹുവ മുഫഇലുൻ, വഫുഇല യുഫഅലു തഫ്ഈലൻ ഫഹുവ മുഫഅലുൻ, അൽ അംറു മിൻഹു ഫഇൽ വന്നഹിയു ലാ തുഫഇൽ. നഹ്വു ഫറജ യുഫർരിജു തഫ്രീജൻ ഫഹുവ മുഫർരിജുൻ, വഫുർജിജ യുഫറജു തഫ്രീജൻ ഫഹുവ മുഫറജുൻ, അൽ അംറു മിൻഹു ഫർരിജ് വന്നഹിയു ലാ തുഫർരിജ്. ഫറജ യുഫർരിജു തഫ്രീജൻ, ഇതേ നമ്മൾ അവിടെ പറഞ്ഞിട്ടുള്ളൂ. ഇനി അതിന്റെ മജ്ഹൂൽ നോക്ക്, വഫുർരിജ യുഫറജു തഫ്രീജൻ ഫഹുവ മുഫറജുൻ, അൽ അംറു മിൻഹു ഫർരിജ് വന്നഹിയു ലാ തുഫർരിജ്. മനസ്സിലായോ? നസ്സറ എന്ന് ഇതേപോലെ സർഫായി കാണും. നസ്സറ, നസ്സറ, തൻസീറ തന്നെ. വൈ നുസ്റ യുനസ്സറു തൻസീറൻ. ആ ആ ക്ലിയർ ആണ്. നസ്റ യുനസ്സറു. ഖറജ എന്ന് സർഫാക്കിയ ഖറജ, കത്തബ, കത്തബ, ആ തക്തീബൻ, ആ തക്തീബൻ, ആ ആ ആ ആ ആ ആ യെസ്, വന്നഹിയു ലാ തുകത്തിബ്. ശരി, ക്ലിയർ ആണ്. ഇതേപോലെ തന്നെ ഉള്ളൂ. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യും, ഓരോന്നിങ്ങനെ ഒരു ഫെയിൽ ഇപ്പോൾ സർഫാക്കി. ഇനി ഇതാ സദ്ദഖ, സദ്ദഖ, സദ്ദഖ പറയാൻ പറ്റുമോ? തുസദ്ദിഖ് അല്ലേ? കദ്ദബ, അതൊക്കെ നമ്മൾ കേൾക്കണതാണ്. കദ്ദബ യുകദ്ദിബു തക്ദീബൻ ഫഹുവ മുകദ്ദിബുൻ, വകുദ്ദിബ യുകദ്ദബു തക്ദീബൻ ഫഹുവ മുകദ്ദബുൻ, അൽ അംറു മിൻഹു കദ്ദിബ് വന്നഹിയു ലാ തുകദ്ദിബ്. അടുത്ത കൂടി പറയാൻ നോക്കി. ഫഅല യുഫാഇലു മുഫാഅലതൻ വഫിആലൻ. ഇത് മറ്റേ ഫീആലൻ എന്നൊരു മസ്ദർ കൂടിയാണ്, അത് ഇതിൽ പറയുന്നില്ല കേട്ടോ, ഇത് ചെറിയ ഇത്തമാണല്ലോ. ഫഅല യുഫാഇലു മുഫാഅലതൻ വഫിആലൻ ഫഹുവ മുഫാഇലുൻ, വഫൂഇല യുഫാഅലു മുഫാഅലതൻ വഫിആലൻ ഫഹുവ മുഫാഅലുൻ, അൽ അംറു മിൻഹു ഫാഇൽ വന്നഹിയു ലാ തുഫാഇൽ. ഖാതല യുഖാതിലു മുഖാതലതൻ വഖിതാലൻ ഫഹുവ മുഖാതിലുൻ, വഖൂതില യുഖാതലു മുഖാതലതൻ വഖിതാലൻ ഫഹുവ മുഖാതലുൻ, അൽ അംറു മിൻഹു ഖാതിൽ വന്നഹിയു ലാ തുഖാതിൽ. ജാലസ ഒന്ന് ഇതേപോലെ സർഫാക്കി വെക്കാം. ജാലസ,
മുജാല ആ ജിലാസൻ ആ ആ ആ ആ, അതെ അതെ ശരി ശരി ശരിയാണ്. ജിലാസൻ ഫഹുവ മുജാ മുജാലസുൻ ആ ആ ആ യെസ് ശരിയാണ്, ക്ലിയർ ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇസ്മുഫായിലാകുമ്പോൾ മുഫായിലുൻ എന്നാണ്, ഇസ്മഫൂലാകുമ്പോൾ മുഫാഅലുൻ എന്നാണ്. ഫാഅല യുഫാഇലു മുഫാഇലുൻ, ഫൂഇല യുഫാഅലു മുഫാഅലുൻ, അത്രേ ഉള്ളൂ. ഇനി റാഹബ, റാഹബ എന്ന് സർഫാക്കിയേ സുഹൈൽ സാറേ. യെസ് 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 യെസ്, النهي لا تضاهب. جامع، جامع മുജാമഉൻ ആ ആ യെസ് വെരി ഗുഡ്. ആരാ അസീസ്ക്കല്ലേ ഇത്? ആ പിന്നെ പാറപ്പള്ളി അസീസ്ക ക്ലിയർ അല്ലേ? ആ പേടിക്കാനൊന്നുമില്ലത്, ഇത് ഇങ്ങനെ ഒന്ന് നമ്മളിങ്ങനെ സർഫാക്കിയാൽ മതി. അല്ല ഇത് നമ്മൾ ഈ ഒരു മോഡൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ മറക്കൂല. ഇങ്ങനെ ഒരു നാവ് അങ്ങോട്ട് വഴങ്ങി കിട്ടിയാല് പിന്നെ നമ്മൾ എന്ത് ചെയ്യൂല, അതാണ് ശരിയാവും. ചിലതാണ് ഒരു ബുദ്ധിമുട്ടുള്ളൂ, അത് നമ്മൾ പറഞ്ഞല്ലോ കുറേ. അങ്ങനത്തെ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമ്മൾ ആലോചിച്ചാൽ കിട്ടുന്നതേ ഉള്ളൂ. അപ്പൊ ഈ മൂന്നെണ്ണം ഓക്കെ അല്ലേ? ഇപ്പോൾ ഏതൊരു ഇത് കണ്ടാലും നമുക്ക് സർഫാക്കാൻ കുഴപ്പമൊന്നുമില്ലല്ലോ. ആ ഇനി ഈ മൂന്നെണ്ണം എളുപ്പമായാൽ അടുത്ത രണ്ടെണ്ണവും എളുപ്പമായി. അതുകൂടി പറയാം. തഫാഅല, തഫാഅല യതഫാഅലു തഫാഉലൻ ഫഹുവ മുതഫാഇലുൻ വതുഫൂഇല. കാരണം ഇതെന്താ വെച്ചാലേ ഇവിടെ നമ്മളൊരു ഫാഅല യുഫായിലു എന്ന് പറഞ്ഞത് അതടുത്ത അടുത്ത് ഈ കിതാബിൽ ഇതാണ് ആദ്യം പറയുന്നത്. ആദ്യം തഫാഅല വന്നു, ശരിയാണ്. ഇതിൽ തഫാഅലിന് ആദ്യം പറഞ്ഞു. തഫാഅല യതഫാഅലു തഫാഉലൻ ഫഹുവ മുതഫാഇലുൻ വതുഫൂഇല യുതഫാഅലു തഫാഉലൻ ഫഹുവ മുതഫാഅലുൻ അൽ അംറു മിൻഹു തഫാഅൽ വന്നഹ്യു ലാ തതഫാഅൽ. ഒക്കെ ഫത്ത്ഹ കേട്ടോ, മറ്റേതൊക്കെ ലമ്മായിരുന്നു, ഇവിടൊക്കെ ഫത്ത്ഹാണ്. ആ ആ നോക്ക്, തബാഅദ യതബാഅദു തബാഉദൻ ഫഹുവ മുതബാഇദുൻ വതുബൂഇദ യുതബാഅദു. ശ്രദ്ധിച്ചോട്ടോ, വതുബൂഇദ യുതബാഅദു മജ്ഹൂലായതുകൊണ്ടാണ് ഇവിടെ ലമ്മു കൊടുത്തത് കേട്ടോ.
തുബൂഇദ യുതബഅദു തബാഉദൻ ഫഹുവ മുതബാഅദുൻ. അൽ അംറു മിൻഹു തബാഅദ് വന്നഹ്യു ലാ തതബാഅദ്. ആ പറയട്ടെ. ആ ആ അതെ അതെ, അത് അംറ് ഗായിബാണ്. അത് ഞാനിപ്പോൾ മനഃപൂർവ്വം അത് നിങ്ങൾക്ക് അജാസ് ഷുഗർ എടുത്തതാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ മറ്റേതും കൂടി പറയും, കുബറയും കൂടി പറയും, അതിലുണ്ട്. ഏ എന്താ കുറേ അമ്പറ് കാണും. ആ ബാക്കി അല്ല അല്ല, ഇവിടുന്ന് അങ്ങോട്ട് മൊത്തം അങ്ങനെ തന്നെ. ഈ മാലി നാലക്ഷരം ഉള്ളതിന്റെ യു വരുള്ളൂ. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, മാലി മാലി നാലക്ഷരമുള്ള ഫീൽ ഉണ്ടല്ലോ, അതിന്റെ മുലാരിയാണ് യു എന്ന് വരുള്ളൂ. മുലാറത്തിന്റെ അക്ഷരത്തിന്, അത്തൈന എന്നുള്ള മുലാറത്തിന്റെ അക്ഷരത്തിന് എന്ത് വരുള്ളൂ? യു വരുള്ളൂ. ബാക്കിയുള്ളതൊക്കെ അതെ മഅറൂഫില്. മജ്ഹൂലിൽ എല്ലാത്തിലും യു എന്നാ വരിക കേട്ടോ. എല്ലാത്തിന്റെ മജ്ഹൂലും യു എന്നാണ് വരിക, ലമ്മാണ് വരിക. പക്ഷെ മഅറൂഫിൽ തന്നെ ലമ്മ് വരുന്നത് മാലി നാലക്ഷരമുള്ള ഫീലിൻ്റെയാണ്. മാലി നാലക്ഷരമുള്ള ഫീലിൻ്റെയാണ് മുലാരിയിൽ. മഅറൂഫിൽ തന്നെ ലമ്മ് വരുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഫത്തായിരിക്കും. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് ഫത്താ. നമ്മൾ മാലി മൂന്നക്ഷരമുള്ളതിൻ്റെ ഒക്കെ ഫത്താണല്ലോ. ഫഅല യഫ്അലു, ലറബ യദ്രിബു, ഖതല യഖ്തുലു, കറുമ യഖ്റുമു, സമിഅ യസ്മഉ അടക്ക മാലിക്ക് എന്താണ്? മൂന്നക്ഷരാണ്. മൂന്നക്ഷരമുള്ളതിനൊക്കെ മുലാരിയിൽ ഫത്ഹ വന്നുള്ളത്. എന്താ പറയട്ടെ? നസറ, നസറനെ ഈ ബാബിൽ സർഫാക്കണം. നസറനെ ഈ ബാബിൽ, ഇപ്പൊ നമ്മൾ സർഫാക്കിയ ബാബിൽ പറയും. അല്ല, തുനൂസിറ. ഓക്കെ. തനാസർ. അല്ലംറു മിൻഹു തനാസർ വന്നഹില തതന. ഇതിന്റെ വായ്പ പറയുകയാണെങ്കിൽ അല്ലംറു മിൻഹു തനാസർ ലിയതനാസർ വന്നഹില തതനാസർ ലാ യതനാസർ എന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. അത് നമ്മൾ അടുത്തതിൽ ഒന്ന് പറയാം, ഒന്നുകൂടി ആവർത്തിക്കുന്നത്. അപ്പോൾ അജ്നാസുൽ കുബ്രയും കൂടി നമ്മൾ പറയുമ്പോൾ ക്ലിയർ ആവും. ഇനി അജ്നാസുൽ സൂഗ്രയും കുബ്രയും കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കി സഞ്ചാനിൽ എടുക്കുക കേട്ടോ. ഇത് കഴിഞ്ഞിട്ടാണ് ബാക്കി എടുക്കുക. അപ്പോൾ ഇത് സർഫാക്കുന്ന ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സിമ്പിളായല്ലോ. ക്ലിയർ അല്ലേ? ഇനി എന്നാ പറയട്ടെ. ഖറജ, ഖറജന്റെ ഈ ബാബിൽ പറയട്ടെ. സുഹൈൽ സാർ പറയട്ടെ. ആ ആ ഓക്കെ. ദഖല, അസീസ്ക പറയട്ടെ. പറയട്ടെ അസീസ്ക. ആ അല്ല, ദഖല ദഖല. തഖാ തദാഖല. ആ ആ ആ ആ
യെസ്. ആ ആ ആ അല്ല അത് അത് നമ്മൾ ഇനി അടുത്ത ദിവസം ഈ മോഡൽ കാണിക്കാതെ പറയാം. അപ്പൊ അപ്പൊ നിങ്ങളെ കിതാബിൽ അങ്ങനെ മോഡൽ നോക്കുന്നല്ലേ? ആ അങ്ങനെ അത്ര വളവന്മാരൊന്നുമില്ല. അതപ്പോ ഇങ്ങനെ ഓർമ്മ ഉണ്ടാവും. ഒന്നുകൂടി ഞാൻ പറയുള്ളൂ, അഞ്ചെണ്ണം ഇന്നിപ്പോ അഞ്ചെണ്ണം പഠിച്ചാൽ മതി. ഈ അടുത്തതും കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കും. ഇതാ സിമ്പിളാണ് തന്നെ. തഫഅല യതഫഅലു തഫഅുലൻ ഫഹുവ മുതഫഇലുൻ വതുഫഇല തുഫഇല യുതഫഅലു തഫഅുലൻ ഫഹുവ മുതഫഅലുൻ അൽ അംറു മിൻഹു തഫഅൽ വന്നഹിയു ലാ തതഫഅൽ. അതൊക്കെ ഫത്ഹാണ്. തതഫഅൽ. തകസ്സറ യതകസ്സറു തകസ്സുറൻ ഫഹുവ മുതകസ്സിറുൻ വതുകുസ്സിറ യുതകസ്സറു തകസ്സുറൻ ഫഹുവ മുതകസ്സറുൻ അൽ അംറു മിൻഹു തകസ്സർ വന്നഹിയു ലാ തതകസ്സർ. നഹിയു ലാ തതകസ്സർ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അപ്പൊ ഇത് പറയട്ടെ. നസറിന്റെ തന്നെ പറയട്ടെ. നസറിന്റെ തന്നെ പറയട്ടെ. ആ ആ ആ ആ യെസ്. ക്ലിയർ ആണ്. ഖറജ പറയട്ടെ. റാഫിക്ക പറയട്ടെ. ഖറജ. മുത്ത ആ ആ ആ ആ. തഹറജ എന്ന് പറഞ്ഞാൽ ബിരുദെടുത്ത് ഇറങ്ങാന്നാണ്. ഖറജ എന്ന് പറഞ്ഞാൽ പുറത്തു പോകുക എന്നല്ല അർത്ഥം. തഹറജ എന്ന് പറഞ്ഞാൽ ബിരുദെടുത്ത് ഇറങ്ങുക. ആ ആ ഇനി അസീസ്ക പറയട്ടെ. നമ്മൾ പാറപ്പള്ളി അസീസ്ക പറയട്ടെ. ദഖല തദഖല. ആ ആ തുദുഖില തുദുഖില. ആ ആ തദഖുലൻ. ആ അലംറു മിന്നു തദഖൽ. അമ്ര തദഖൽ ഒരു താവുള്ളൂ. തദഖൽ വന്നഹിയുല. ആ ആ ദഖല എന്ന് പറഞ്ഞാൽ പ്രവേശിച്ചു എന്നർത്ഥം. തദഖല എന്ന് പറഞ്ഞാൽ അർത്ഥം പറയാം നുഴഞ്ഞു കയറി. ആ തഖറജ് ലാ തതദഖൽ. തദഖൽ ലാ തതദ വന്നഹിയു ലാ തതദഖൽ. നമ്മൾ തനസ്സലു പഠിച്ചില്ലേ? തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ. അവിടെ തതനസ്സലു എന്നുണ്ടാകുക. തതനസ്സലു. ഇങ്ങനെ രണ്ട് താവ് വരുന്ന സമയത്ത് ഒരു താവിനെ കളയാന്നാണ് നമ്മൾ പറയും. തനസ്സല യതനസ്സലു തനസ്സുലൻ ഫഹുവ മുതനസ്സിലുൻ വതുനുസ്സില യുതനസ്സലു തനസ്സുലൻ ഫഹുവ മുതനസ്സലുൻ അൽ അംറു മിൻഹു തനസ്സൽ വന്നഹിയു ലാ തതനസ്സൽ. ഇനി സർഫാക്കുമ്പോൾ അതിനെ മാതി സർഫാക്കുമ്പോൾ തന്നെ ഇങ്ങനെ തന്നെ വരിക. തഫഅല തഫഅല തഫഅലു തഫഅലത് തഫഅലത തഫഅൽന തഫഅൽത തഫഅൽതുമാ തഫഅൽതും തഫഅൽതി തഫഅൽതുമാ തഫഅൽതുന്ന തഫഅൽതു തഫഅൽന. തകസ്സറ തകസ്സറ തകസ്സറു. ഫഅല ഫഅല ഫഅലു ഫഅലത് ഫഅലത ഫഅൽന. ഫഅല ഫഅല ഫഅലു ഫഅലത് ഫഅലത ഫഅൽന. മാലിക് തന്നെ.
ഇനി യതഫഅലു യതഫഅലാനി യതഫഅലൂന യഫ്അലു യഫ്അലാനി യഫ്അലൂന തഫ്അലു തഫ്അലു എന്നൊക്കെ പഠിച്ചില്ല നമ്മൾ. അതേപോലെ തന്നെ യതഫഅലു യതഫഅലാനി യതഫഅലൂന തതഫഅലു തതഫഅലാനി യതഫഅൽന തതഫഅലു തതഫഅലാനി തതഫഅലൂന തതഫഅലീന തതഫഅലാനി തതഫഅൽന അതഫഅലൂന തഫഅലൂ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? മുതാരി ഇങ്ങനെ കുറച്ച് അക്ഷരം കൂടുന്നുള്ള ഒരു പ്രശ്നമാണ്. പക്ഷെ എന്നാലും അതേപോലെ തന്നെ ഇല്ലത്തിന്റെ അക്ഷരങ്ങളും ഒന്നുമില്ലെങ്കിൽ നമുക്ക് സർഫാക്കാൻ എളുപ്പമാണ്. ഇല്ലത്തിന്റെ അക്ഷരമാകുമ്പോൾ ചെറിയൊരു വ്യത്യാസം വരും. ഇല്ലത്തിന്റെ അക്ഷരം വരുമ്പോൾ ചെറിയ വ്യത്യാസം വരും, ബാക്കിയൊന്നും വ്യത്യാസമില്ല. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഒന്ന് സർഫാക്കി നോക്കി. നിങ്ങൾ നോക്കി വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഇത് ലൈവായിട്ട് തന്നെ നോക്കേണ്ടി വരും. അപ്പോൾ സമയം കുറച്ച് വൈകും. അപ്പോൾ നോക്കുക, ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വരാം. ഓക്കെ, ഇത് ക്ലിയർ ആയിട്ടേ നമ്മൾ പോവുള്ളൂ. അപ്പോൾ നോക്കി വരികയാണെങ്കിൽ ഒന്നുകൂടി സൗകര്യമാണ്. നമ്മളിതിനെ ഈ സമയം കൂടി ഉപയോഗപ്പെടുത്തണ്ടല്ലോ. അഞ്ച് പേരായിട്ടുള്ളൂ. 5 പേരപ്പോൾ അഫ്സൽ ഉണ്ടല്ലോ. 1 2 3 4 ഷാഫി റെക്കോർഡാണ്. നമ്മുടെ റഷീദിക്കാണ് ലൈവായിട്ട് പങ്കെടുക്കണമെങ്കിൽ റഷീദിക്കാണ് ഇതിൽ വരാത്തത്. പിന്നെ ഒന്ന് ഫാറൂഖിന് പനിയല്ലേ, പനി മാറിയില്ല. അഫ്സൽ ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ?